പാകിസ്ഥാൻ മുഖേന ഇറാൻ കൈമാറിയ പുതിയ കരാർ നിർദ്ദേശം US തള്ളിയിരിക്കെ ഏത് സമയവും ആക്രമണം പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇറാൻ സേന. അത്തരം നീക്കം ചെറുക്കാൻ രാജ്യം സജ്ജമാണെന്നും IRGC വ്യക്തമാക്കി. അമേരിക്കൻ ഉപാധികൾക്ക് വിധേയമായ ഒരു കരാർ മാത്രമേ അംഗീകരിക്കൂ എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെ മധ്യസ്ഥ നീക്കങ്ങളും പ്രതിസന്ധിയിലായി. നാവിക ഉപരോധ ഭാഗമായി ഇതിനകം 48 ഇറാൻ കപ്പലുകൾ തിരിച്ചയച്ചതായി US സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടു. $1 ബില്യൺ ആയുധങ്ങൾ ഉടൻ ഇസ്രായേലിന് ലഭ്യമാക്കുമെന്ന് US സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഹോർമുസിൽ ഏർപ്പെടുത്തിയ സുരക്ഷാ നിയന്ത്രണങ്ങൾ ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ഇറാൻ സേന മുന്നറിയിപ്പ് നൽകി. ഇറാൻ എണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ 5 സ്ഥാപനങ്ങൾക്ക് നേരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ചോദ്യം ചെയ്ത് ചൈന രംഗത്തെത്തി. വിവരങ്ങളുമായി MCA നാസർ ചേരുകയാണ്. MCA, ഇറാൻ മുന്നോട്ട് വെച്ച കരാർ ഉപാധികൾ അത് പൂർണ്ണമായി ഇപ്പോൾ അമേരിക്ക തള്ളിയിരിക്കുകയാണ്. ഇതോടുകൂടി മധ്യസ്ഥ നീക്കങ്ങൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഏത് നിമിഷവും ഒരാക്രമണം മുൻകൂട്ടി കാണുകയാണോ ഇറാൻ? ദിവ്യ, ആ അർത്ഥത്തിലുള്ള പ്രതികരണമാണ് ഇറാന്റെ വിപ്ലവസേന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കാരണം തങ്ങൾ വളരെ പ്രായോഗികമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും ഉപാധികളുമായിരുന്നു മുന്നോട്ട് വെച്ചത്. പക്ഷേ ഡിപ്ലോമസിയുടെ പേര് പറയുകയും ആക്രമണത്തിന് വലിയ തോതിൽ കോപ്പുകൂട്ടുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. പക്ഷേ വിവേകശൂന്യമായിട്ടുള്ള ഏതെങ്കിലും സാഹസിക ദൌത്യങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലും തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ അത് ശക്തമായിട്ട് പൊരുതാനുള്ള തീരുമാനത്തിലാണ് തങ്ങളെന്ന് കൂടി IRGC അല്പം മുമ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ സമ്പൂർണ്ണ അവകാശം സ്ഥാപിക്കുന്ന ഒരു കരട് നിയമത്തിന് ഇറാൻ പാർലമെന്റ് രൂപം നൽകിയതായ റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നുണ്ട്. അതിൽ ഇസ്രായേലി കപ്പലുകൾക്ക് സമ്പൂർണ്ണ തോതിൽ തന്നെ നിരോധം ഏർപ്പെടുത്തുന്നത് ആ കരടിന്റെ ഒരു പ്രധാന വ്യവസ്ഥയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കൻ കപ്പലുകൾക്ക് കടന്നു പോകണമെങ്കിൽ തുക കൃത്യമായി തന്നെ അടച്ചിരിക്കണം എന്നുകൂടി കരടിൽ പറയുന്നുണ്ട്. മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്കുമൊക്കെ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന മാർഗരേഖ അനുകൂലിച്ചുകൊണ്ട് ആ കപ്പൽപാത പ്രയോജനപ്പെടുത്താമെന്ന് കൂടിയാണ് ഈ കരട് ബില്ലിൽ നിർദ്ദേശിക്കുന്നതെന്ന് കൂടി ഇറാൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇറാൻ തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആണവ വിഷയത്തിൽ ഒരു പരിധിക്കപ്പുറത്തുള്ള ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന് പാർലമെന്റ് സ്പീക്കറും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഇറാന് ദോഷകരമായിട്ടുള്ള ഒരു കരാറാണ് വേണ്ടത്. അതിന് ആ കരാറിൽ ഇറാൻ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് ഏറ്റവും അവസാനം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും യുദ്ധസന്നാഹങ്ങൾ ശക്തമാക്കുകയാണ് അമേരിക്ക. അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും തേടുകയാണ് ഇറാനും ചെയ്യുന്നത്. വിവരങ്ങളാണ് MCA നാസർ നൽകിയത്.